അത്രയും ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു വലിയ കുറ്റം ചെയ്യാൻ ഒരുങ്ങുന്നത് പോലെ എൻ്റെ നെഞ്ച് ഉച്ചത്തി മിടിക്കാൻ തുടങ്ങി. ഉള്ളം കൈയൊക്കെ വിയർപ്പിൽ കുതിർന്നു. ഞാൻ ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാമേ. തിരിഞ്ഞു നോക്കാതെ ഹരിയേട്ടനോട് പറഞ്ഞു. എന്തോ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു തോന്നലാണ്. മൊബൈലും കയ്യിൽ ഒതുക്കി പിടിച്ച് ടി വിയുടെ റൂം വരെ ചെന്നു. അതെവിടെ വയ്ക്കുമെന്നതായിരുന്നു പിന്നീട് ടെൻഷൻ. ഹരിയേട്ടൻ റെഡിയായി വരും മുന്നേ എവിടെയെങ്കിലും വയ്ക്കണം. മറ്റേ രണ്ടെണ്ണവും കാണാനും പാടില്ല. ടി വി റൂമിൻ്റെ സൈഡിലായി ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്. അതിൽ നിറയെ ബുക്സും. വരാന്തയിലെ വലിയ ക്ലോക്ക് 7 വട്ടം ശബ്ദിക്കുന്നത് കേട്ടു. ഇപ്പം രണ്ടാളും സീരിയൽ കാണാൻ വരും. പിന്നെ 8 മണി വരെ ഇവിടുന്ന് മാറില്ല. ഞാൻ കയ്യിലെ മൊബൈൽ ബുക്കുകൾക്ക് ഇടയിൽ തിരുകി. ടി വി റൂമിൽ നിന്നോ ഡൈനിങ് റൂമിൽ നിന്നോ എന്തെങ്കിലും പറഞ്ഞാൽ ക്ലിയറായിട്ട് അതിൽ കിട്ടും. വച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ടെൻഷൻ. കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചെടുക്കാൻ കൈ നീട്ടിയതും അമ്മയും അച്ഛനും കൂടി കയറി വന്നു. കൂടെ ഇതുവരെ വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലേ ദേവൂന്നുള്ള ഹരിയേട്ടൻ്റെ വിളിയും. ഉയർന്ന നെഞ്ചിടിപ്പോടെ സ്റ്റാൻഡിലേക്ക് നീണ്ട കൈ ഞാൻ പിൻവലിച്ചു. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവർ ടി വി ഇട്ട് കാണാൻ തുടങ്ങിയിരുന്നു. പാർക്കിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം നടന്നു. ഹരിയേട്ടൻ എൻ്റെ കയ്യിൽ കോർത്ത് പിടിച്ചിരുന്നു. ആളെന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കതൊന്നുമേ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഫോൺ അവരെങ്ങാനും കാണുമോ, തിരികെ ചെല്ലുമ്പോൾ ഹരിയേട്ടൻ കാണാതെ അത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടിയാണുള്ളു നിറയെ. കുറച്ച് നടന്നിട്ട് ഞങ്ങൾ ഫൗണ്ടൻ അടുത്തായിട്ടുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിലിരുന്നു. എന്തു പറ്റി? വയ്യേ? എൻ്റെ മുഖത്തെ തെളിച്ചമില്ലായ്മ കണ്ടിട്ടാവണം ഹരിയേട്ടൻ ചോദിച്ചത്. തലവേദന. അല്ലാതെ എന്തു പറയാൻ? എന്ന് നമുക്ക് പോവാം. നീ പറയാത്തത് എന്തേ വയ്യാന്ന്? എങ്കിൽ വരണ്ടിയിരുന്നില്ലല്ലോ. അപ്പം ഇത്രയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞു ഞാൻ. അധികം വൈകാതെ വീട്ടിലേക്ക് വന്നു. അപ്പോഴും അമ്മയും അച്ഛനും ടി വിയുടെ മുന്നിൽ തന്നെ. 7:45 ഉള്ളൂ. 8 മണി വരെ സീരിയൽ കണ്ടിരിക്കുന്നതാണ് പതിവ്. ഇനിയിപ്പോൾ അവരെഴുന്നേറ്റ് പോയാലേ റെക്കോർഡ് ഓഫ് ചെയ്യാൻ പറ്റൂ. എൻ്റെ ഫോണിൽ തിരികെ എടുക്കാൻ പറ്റൂ. ആരും കാണാതെ അത് തിരികെ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. ആ മീനുവിന് ഇതൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. ഇവിടെ കിടന്ന് വിഷമിക്കുന്നത് ഞാനല്ലേ? ഹരിയേട്ടൻ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി. അതിന് പിറകെ ഞാനൊരു റൂമിൽ കയറി ഡ്രസ്സ് മാറ്റി പുറത്ത് വന്നപ്പോഴുണ്ട് ഹരിയേട്ടൻ അത് ആ ബുക്ക് ഷെൽഫിൽ എന്തോ തിരയുന്നു. ഒരു നിമിഷം കൊണ്ട് എൻ്റെ ശ്വാസം നിന്ന് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ധൃതിയിൽ അടുത്തേക്ക് ചെന്നു. എന്താ തിരയുന്നേ? ശബ്ദം വിറച്ചു പോയിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം ഹരിയേട്ടനൊന്ന് തിരിഞ്ഞു നോക്കി. താൻ എന്തെങ്കിലും പേടിച്ച് നിൽക്കണേ? ഒന്നുമില്ല. ഒന്ന് വിളറി ചിരിച്ചു. S5കാർക്ക് ക്ലാസ് തുടങ്ങി. കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാനൊരു ടെക്സ്റ്റ് നോക്കുന്നതാ. പറഞ്ഞിട്ട് പിന്നെയും തിരിഞ്ഞു. ബുക്കുകൾക്കിടയിൽ തിരയുന്നു. എൻ്റെ കാല് മുതൽ ഒരു വിറയൽ ദേഹത്തേക്ക് പടർന്നു കയറി. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. പക്ഷെ ആളെങ്ങാനും ഓരോ ബുക്കായി മാറ്റി നോക്കിയാൽ ഉറപ്പായും കണ്ടുപിടിക്കും. എന്ത് ചെയ്യുമെന്ന് ആകെ ടെൻഷൻ അടിച്ച് നഖം കടിച്ച് പിടിച്ചു നിന്നപ്പോഴാണ് കിട്ടിയെന്നും പറഞ്ഞൊരു ബുക്കും എടുത്ത് ഹരിയേട്ടൻ നിവർന്നത്. ഞാൻ നെഞ്ചിൽ കൈവച്ചാണ് ശ്വാസം എടുത്തു വിട്ടത്. ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചാവാൻ വയ്യ എനിക്ക്. നെഞ്ചൊന്ന് അമർത്തി തടവി. ഹരിയേട്ടൻ ബുക്കും എടുത്ത് റൂമിലേക്കും പോയി. ഞാനിവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ അമ്മ ദോശ ഉണ്ടാക്കാൻ അടുക്കളയിലേക്കും അച്ഛൻ ടി വി ഓഫാക്കി അവരുടെ മുറിയിലേക്കും പോയിരുന്നു. എല്ലായിടവും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ എൻ്റെ മൊബൈൽ ബുക്കുകൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തു. അപ്പോഴും റെക്കോർഡിംഗ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് സേവ് ആക്കി. ഹരിയേട്ടൻ്റെ ഹെഡ്സെറ്റ് ടി വി റൂമിലുള്ള ചെറിയ ടേബിളിൻ്റെ പുറത്ത് കിടക്കുന്നത് കണ്ടതും വാതിലോളം ചെന്ന് ഞങ്ങളുടെ മുറിയിലേക്കൊന്ന് എത്തിച്ചു നോക്കി. തുറന്നു കിടക്കുന്ന ഡോറിലൂടെ ഹരിയേട്ടൻ തിരിഞ്ഞിരുന്ന് എന്തോ എഴുതുന്നത് കാണാം. ഹെഡ്സെറ്റ് എടുത്ത് കുത്തി റെക്കോർഡ്സ് വോയിസ് പ്ലേ ചെയ്തു. കിട്ടിയോ എന്നറിയണമല്ലോ. സീരിയലിൻ്റെ ശബ്ദം മാത്രമാണ് ആദ്യം കേട്ടത്. കുറച്ചൊന്ന് ഫോർവേഡ് അടിച്ച് നോക്കി. എൻ്റെ അമ്മയെ പേരെടുത്ത് പറഞ്ഞ് കണ്ണ് പൊട്ടുന്ന ചീത്ത വിളിക്കുന്നുണ്ടവർ. കേട്ടതേ ഞാനത് ഓഫാക്കിക്കൊണ്ട് വായ പൊത്തിപ്പോയി. എന്തിനാണാവോ? കാരണം അറിയില്ല. ഇപ്പം കേൾക്കാനും വയ്യ. ഇത്ര കേട്ടപ്പോഴേ നെഞ്ച് കനക്കുന്നു. ബാക്കി കൂടി കേട്ടുപോയാൽ ഉറപ്പായും കരഞ്ഞു പോവും ഞാൻ. ശ്വാസം 1-2 വട്ടം വലിച്ചു വിട്ടു. എന്തായാലും ഇന്ന് എനിക്കത് കേൾക്കാനുള്ള സൗകര്യം കിട്ടില്ല. നാളെ ഹരിയേട്ടൻ കോളേജിൽ പോയി കഴിഞ്ഞ് കേൾക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടും മൊബൈൽ റൂമിലേക്ക് കൊണ്ടുവച്ചില്ല. എങ്ങാനും ഹരിയേട്ടൻ ഇതെടുത്ത് നോക്കിയാലോ, റെക്കോർഡ്സ് വോയിസ് കേട്ടാലോ എന്നൊക്കെയുള്ളൊരു പേടി. നിറഞ്ഞ കണ്ണ് അമർത്തി തുടച്ച് മൊബൈൽ കയ്യിൽ പിടിച്ച് ടി വി റൂമിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കടക്കുന്ന നേരമാണ് അത് കേട്ടത്. ഇത് കൊള്ളാലോ, വട്ടത്തിലല്ലല്ലോ. എന്നാൽ പിന്നെ ഇത് കുമാരി തന്നെ എടുത്തു. അമ്മായിയച്ഛൻ കട്ട്ലേറ്റ് അവർക്ക് കൊടുക്കുന്നതാണെന്ന് ഊഹിച്ചിട്ടാണ് ഡൈനിങ് റൂമിലേക്ക് ചെന്നത്. അപ്പോഴേക്കും അവരത് വാങ്ങി ഒരു കടി കടിച്ചിരുന്നു. ഞാൻ നോക്കുന്നേ അമ്മായിയുടെ വായിൽ ഇരിക്കുന്നുണ്ട് ചിക്കൻ കട്ട്ലേറ്റ്. വെജിറ്റേറിയനായ അമ്മായി ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുന്നു. അവരത് ചവച്ചിറക്കുന്നത് നോക്കി ഞാൻ നിന്നു. എന്തോ ക്രൂരമായ ഒരു ആനന്ദം മനസ്സിൽ നിറയുന്നു. ഒരു കടി കൂടി കടിക്കട്ടെ, എന്നിട്ട് അത് നോൺ വെജ് ആണെന്ന് ഞാൻ അവരോട് പറയൂ. പാവപ്പെട്ട എൻ്റെ അമ്മയെ പറഞ്ഞതല്ലേ.
ചിക്കൻ എന്ന് കേട്ടാലേ മുഖം ചുളിക്കുന്നവരാണ്. കല്യാണത്തിനൊക്കെ ചിക്കൻ കണ്ടാൽ മൂക്ക് പൊത്തുന്നവരാണ്. അവരത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ വാതിലിനോട് ചേർന്ന് നിന്നു. അവരൊരിക്കൽ കൂടി കടിക്കുന്നത് നോക്കിയ ശേഷം സ്വാഭാവികതയോടെ മുന്നോട്ട് ചെന്നു. അയ്യോ അമ്മ, അത് വെജല്ല, നോൺ വെജാ. അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്നതാ വെജ്. അമ്മായി വായിലിരുന്നത് മുഴുവൻ അപ്പോഴേക്കും ഇറക്കി കഴിഞ്ഞിരുന്നു. അവരെന്നെ ഒന്ന് മിഴിച്ചു നോക്കി, പിന്നെ കട്ട്ലേറ്റിലേക്കും. ശേഷം ഓക്കാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് ഒറ്റയോട്ടം. പുറത്തിറങ്ങി വായിക്കകത്ത് വിരലിട്ട് ഛർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം ചിരിയാണ് വന്നത്. പക്ഷെ ഛർദിൽ അവർ വിചാരിച്ചെടുത്ത് നിന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് ഛർദ്ദിച്ച് അവശയായിപ്പോയി. ഛർദ്ദിച്ച് കഴിഞ്ഞ് കുഴഞ്ഞപ്പോൾ മോളെ ദേവൂന്ന് നീട്ടി വിളിച്ചു. ഞാൻ തന്നെയാണ് പോയി പിടിച്ച് കസേരയിലേക്ക് കൊണ്ടുചെന്ന് ഇരുത്തിയത്. കൊള്ളക്കിളവൻ, ഞാനിത് തിന്നൂലെന്ന് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? എന്നിട്ട് എടുത്ത് തന്നേക്കാണ് എന്നും പറഞ്ഞ് തുടങ്ങിയില്ലേ. പിന്നെ ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത പുതിയ ചീത്തകളൊക്കെ ഇറക്കി മതി ചെയ്ത് അച്ഛനെ വിളിക്കുന്നത് കേട്ടു. എന്താണെന്നറിയില്ല. അതൊക്കെ കേട്ടപ്പോൾ പിന്നെയും ഒരു ചെറിയ മനസുഖം. അയാളും അവരും കൂടി എന്നെ വിളിച്ച ചീത്തയുടെ 100% ചീത്ത കേൾക്കുമ്പോഴുള്ള സുഖം അങ്ങേരും അറിയട്ടേന്നേ. ചിക്കൻ കട്ട്ലേറ്റിന് ഹാർട്ട് ഷേപ്പായിരുന്നത്രേ. പാവം അച്ഛൻ ഹൃദയസഖിക്ക് ഹൃദയം കൊടുത്തതാ. കോഴിയുടെ ഹൃദയമാണെന്ന് പുള്ളിക്കാരൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും ഇനിയും നിന്നാൽ അമ്മായി പുള്ളിക്കാരൻ്റെ ഹൃദയം മാത്രമല്ല കംപ്ലീറ്റ് മാന്തി പുറത്തെടുക്കുമെന്ന് തോന്നിയതുകൊണ്ടാവും ആള് പെട്ടെന്ന് മുറിയിലോട്ട് സ്കൂട്ടായി. എന്നെ പറയാൻ മാത്രം പുള്ളിക്ക് നാവുള്ളൂ. ഭാര്യയുടെ മുന്നിൽ ഇപ്പോഴും സീരിയൽ അമ്മായിയപ്പൻ തന്നെ. ഹരിയുടെ നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ട് കഴിക്കാൻ വന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് ആള് കഴിക്കാൻ വന്നപ്പോൾ അമ്മായി തന്നെയാണ് ദോശ ഉണ്ടാക്കി കൊടുത്തത്. അത് പിന്നെ അവരുടെ കുത്തകയാണല്ലോ. എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അതെന്താ മോളെ, ഞാൻ ഉണ്ടാക്കി തരാം. സ്നേഹനിധിയായ അമ്മായി സ്നേഹത്തിൻ്റെ കെട്ടഴിച്ചു. സാരയില്ല, ഞാൻ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാൻ എനിക്കറിയാം. അവൾ ഉണ്ടാക്കട്ടെ അമ്മ. ഹരിയേട്ടൻ കൂടി പറഞ്ഞപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവർ ചട്ടുകം എനിക്ക് നീട്ടി. കഴിച്ച പാത്രവും കഴുകി വെച്ച് ചെന്ന് കിടന്നിട്ടും ഉറക്കം വന്നില്ല. അവരെന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഓർത്ത് ഒരു സമാധാനവും കിട്ടിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. ഹരിയേട്ടൻ പോയ ശേഷം ആഹാരവും കഴിച്ചിട്ട് റൂമിലേക്ക് കയറി കതകടച്ച് കുറ്റിയിട്ടു. ബെഡിലേക്ക് കയറിയിരുന്ന ഹെഡ്സെറ്റ് എടുത്ത് കുത്തി ചെവിയിലേക്ക് വെച്ചു. അമ്മായി പറഞ്ഞതൊക്കെ നല്ല വെടിപ്പായിട്ട് കേട്ടു. ഞങ്ങൾ ഇന്നലെ മാറി നിന്നത് 45-50 മിനിറ്റ് നേരത്തേക്കാണ്. അതിൽ ആദ്യത്തെ 10 മിനിറ്റ് ഒഴികെ മുഴുവൻ സമയവും എൻ്റെ വീട്ടുകാരുടെയും കുറ്റം പറച്ചിൽ തന്നെയായിരുന്നു. അമ്മായി മാത്രമല്ല, അമ്മാവനും. രണ്ടും കട്ടയ്ക്ക് നിൽപ്പുണ്ട്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല. അതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇത്രയും വൃത്തികെട്ടവരായിരുന്നുവെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. എന്തിന്, കഴിഞ്ഞ മാസം അമ്മാവന് പനി വന്നതും അമ്മായിക്ക് കണ്ണിൽ കൺകുരു വന്നതുപോലും എൻ്റെ കുറ്റമായിരുന്നു അത്രേ. കേട്ടിട്ട് എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാതെ പോയി. എൻ്റെ അമ്മയെ അവർ ചീത്ത പറഞ്ഞ കാരണം കേട്ടപ്പോൾ ഓടിച്ചെന്ന് പിടിച്ചു നിർത്തി കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാനും മാത്രം കലി വന്നെനിക്ക്. എൻ്റെ അമ്മയും അച്ഛനും നിറം കുറവാണ്. അച്ഛൻ ഇത്തിരി കറുത്തിട്ടാണ്, അമ്മ ഇജ് നിറവും. എന്നാൽ എൻ്റെ അമ്മ സുന്ദരിയാണ് കേട്ടോ. ഞാൻ പക്ഷെ നന്നായി വെളുത്തിട്ടാണ്. അമ്മയ്ക്ക് അധികം മുടിയില്ല, എനിക്ക് നല്ലോണം മുടിയുണ്ട്. അമ്മ പറയാറുണ്ട് എനിക്ക് അമ്മമ്മയുടെ മുടിയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. എനിക്ക് അമ്മയിലും അച്ഛനിലും നിറം കൂടിയതുകൊണ്ട്, അമ്മയെക്കാളും മുടി കൂടിയതുകൊണ്ട് ഞാനെൻ്റെ അച്ഛൻ്റെ മകളല്ലെന്ന് പറഞ്ഞു കളഞ്ഞു അവർ. എൻ്റെ അമ്മയ്ക്ക് അവിഹിതം ഉണ്ടായിരുന്നത്രേ. ഞാൻ അങ്ങനെ ഉണ്ടായതാണ്. അതാണ് എനിക്ക് ഇത്ര നിറമെന്ന്, ഇത്ര മുടിയെന്ന്. ഞാൻ അമ്മയിലും സുന്ദരിയായത് അതുകൊണ്ടാണെന്ന്, എൻ്റെ സ്വഭാവം മോശമായത് അതുകൊണ്ടാണെന്ന്. ചങ്ക് തകർന്നിട്ടൊരു നൊമ്പരം ഏങ്ങലായി പുറത്തു വന്നുപോയി. കൂടുതൽ കേൾക്കാൻ വയ്യാത്ത ഏറെ നേരം ആ ഇരിപ്പിലിരുന്ന് കരഞ്ഞു ഞാൻ. ശ്വാസം മുട്ടിച്ചിരുന്ന വിഷമം ഒന്നു കുറഞ്ഞപ്പോൾ കണ്ണു തുടച്ച് ബാക്കിയും കൂടി കേട്ടു. എന്തോ ബാധ കയറിയതുപോലെ അവരെന്തൊക്കെയോ പുലമ്പുന്നു. അങ്ങേരതൊക്കെ ഏറ്റുപിടിക്കുന്നു. പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ചോദിച്ചാൽ ഈ പറഞ്ഞവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഇന്നലെ ഞങ്ങൾ TV റൂമിൽ ചേർന്നിരിക്കുന്നത് കണ്ടെന്നും ഞാൻ നാണമില്ലാത്തവളാണെന്നും പറഞ്ഞ് അതിനും ചീത്ത പറയുന്നു. പക്ഷേ എന്നെ പിടിച്ച് ചേർത്തിരുത്തിയ ഹരിയേട്ടന് കുറ്റമൊന്നുമില്ല കേട്ടോ. അമ്മായി കട്ട്ലേറ്റ് കഴിച്ച് ഛർദ്ദിച്ചതിനും ഉണ്ട് കുറ്റം. പറയുന്നത് കേട്ടാ വേണ്ടാതിരുന്നവരുടെ വായിൽ ഞാനതെടുത്ത് തിരികെ കയറ്റിയതാണെന്ന് തോന്നിപ്പോവും. ഇന്നലെ കോളേജിൽ നിന്നും ക്ഷീണിച്ച് അവശനായി വന്ന ഹരിയേട്ടനെ വീട്ടിലിരുന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ ഞാൻ ചുറ്റിക്കറങ്ങാൻ വിളിച്ചുകൊണ്ട് പോയത്രേ. ഊരുതെണ്ടിയാ ഞാനെന്ന്. അങ്ങനെ പറഞ്ഞ് പുതുതായി ഇറക്കുമതി ചെയ്ത് ഏതൊക്കെയോ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നേരിയ ബൈക്കിൻ്റെ ഒച്ച കേൾക്കുന്നതും സംസാരം അവസാനിപ്പിച്ച് TV-യുടെ വോളിയം കൂട്ടി വയ്ക്കുന്നതും അറിഞ്ഞു. അതിനുശേഷം സീരിയലിൻ്റെ ഒച്ച മാത്രം കേട്ടു തീർന്നതോടെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. അമ്മായി മാത്രമല്ല, അമ്മായി അച്ഛനും ഭ്രാന്ത് തന്നെ. മീനു പറഞ്ഞതുപോലെ അസൽ സൈക്കോൾ. അപ്പോഴേക്കും ഉച്ചയായിരുന്നു. കരഞ്ഞു വീർത്ത മുഖവുമായിട്ടാണ് അടുക്കളയിലേക്ക് ചെന്നത്. അമ്മായി എന്തൊക്കെയോ പറയാൻ വന്നെങ്കിലും അധികം മുഖം കൊടുത്തില്ല. എന്തോ കഴിച്ചെന്ന് വരുത്തി പാത്രവും കഴുകി അടുക്കളയും ഒതുക്കി പിന്നെയും റൂമിലേക്ക് വന്നിരുന്നു.
ദേഷ്യവും സങ്കടവും ഒക്കെ കൂടിക്കൊഴിഞ്ഞ അവസ്ഥ മനസ്സിനെ ഉലച്ചു. എന്നെ പറഞ്ഞതിലായിരുന്നില്ല, പാവൻ്റെ അമ്മയെ പറഞ്ഞതിലായിരുന്നു എനിക്ക് സങ്കടം. ഹരിയേട്ടൻ വന്നപ്പോഴും അധികം മുഖം കൊടുത്തില്ല ഞാൻ. എൻ്റെ വാടിയ മുഖം കണ്ടിട്ട് പലവട്ടം എന്നോട് എന്തു പറ്റിയെന്ന് ചോദിച്ചിരുന്നു. മറുപടി കൊടുത്തില്ല. രാത്രിയിൽ കഴിക്കാനിരിക്കുമ്പോഴും ഇടയ്ക്കിടെ എൻ്റെ മുഖത്തേക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു ഹരിയേട്ടൻ. രാവിലെ മുഴുവൻ ആ മുറി കയറി അടച്ചിരുന്നു. ഉച്ചയ്ക്കെങ്ങാണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ തൊട്ടേ മോനെ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിപ്പുണ്ട്. ആർക്കറിയാം ഇതിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്തോന്നാണെന്ന്. ഞാൻ പാത്രവും എടുത്ത് വാതിലിനപ്പുറം വേസ്റ്റ് കളയാനായി പോയി തിരികെ വന്നപ്പോൾ അമ്മാവൻ ഹരിയേട്ടനോട് കുശൂഷിക്കുന്നുണ്ട്. എന്നെ കണ്ടതും ഒന്നും അറിയാത്ത മട്ടിൽ നേരെയിരുന്നു. അയാളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചിട്ട് തന്നെയാണ് അടുക്കളയിലേക്ക് കയറിപ്പോയത്. ഹരിയേട്ടനത് കണ്ടു കാണാമെന്ന് അറിയാമെങ്കിലും ആ മുഖത്തേക്ക് നോക്കിയില്ല ഞാൻ. കുശുമ്പും കുന്നായ്മയും പെണ്ണുങ്ങളുടെ കുത്തകയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് അതിലും കഷ്ടം തന്നെ. അടുക്കള ഒതുക്കി മുറിയിലേക്ക് ചെല്ലുമ്പോൾ എന്നെ കാത്തന്നോണം ബെഡിൽ ചാരി ഇരിപ്പുണ്ട് ഹരിയേട്ടൻ. ഞാനത് പ്രതീക്ഷിച്ചതായിരുന്നു. കയ്യിലിരുന്ന ഫ്ലാസ്ക് ടേബിളിൽ വെച്ച് ഹരിയേട്ടനെ ഒന്ന് നോക്കി. അവിടെ എന്നെ തന്നെ നോക്കിയിരിപ്പാണ്. ചോദിക്കാതെ തന്നെ വിഷമത്തിൻ്റെ കാരണം പറയണമെന്നൊരർത്ഥമുണ്ട് ആ നോട്ടത്തിൽ. ഒന്നും മിണ്ടാതെ മൊബൈലും ഹെഡ്സെറ്റും കയ്യിൽ കൊടുത്തു. ഹരിയേട്ടൻ ബെഡിൽ നീട്ടിവെച്ച കാലിന് താഴെക്കൂടെ മറുവശത്തേക്ക് കിടന്നു. ഞങ്ങൾക്ക് ഇരുവർക്കും ഇടയിലായി മൊബൈൽ വച്ച് കിടന്നതും ചോദ്യം വന്നു. എന്താ ദേവു തൻ്റെ പ്രശ്നം? നല്ല ഗൗരവത്തിലാണ്. മറുപടി കൊടുത്തില്ല. പകരം മൊബൈൽ കയ്യിൽ കൊടുത്ത് റെക്കോർഡ്സ് പ്ലേ ചെയ്ത് ആളിന് നീട്ടി. അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് അന്നേരം ഓർത്തില്ല ഞാൻ. എന്നെ പുന്നാരമ്മ ഒന്നും പറയില്ലെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെയാ പറയുന്നതെന്ന് കേൾക്കട്ടെ. ആളത് വാങ്ങി നെറ്റി ചുളുക്കി എന്നെ നോക്കി. പിന്നെ ഹെഡ്സെറ്റ് സ്വന്തം ചെവിയിലേക്ക് തിരികെ. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ തുടങ്ങിയത് അപ്പം മുതൽക്കാണ്. അതുവരെ എൻ്റെ അമ്മയെ പറഞ്ഞതും കുറച്ചു മുമ്പ് അമ്മായിച്ചൻ ഹരിയേട്ടനോട് പറഞ്ഞതുമൊക്കെ പിന്നെയും ഓർത്തെടുത്ത് ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിയെടുത്തതായിരുന്നു. ആ ഒരു ആവേശത്തിലാണ് ഹരിയേട്ടന് ഫോൺ എടുത്തു കൊടുത്തതും. പക്ഷെ ഇപ്പോൾ കയ്യും കാലുമൊക്കെ വിറച്ചു തുടങ്ങി. നെഞ്ചിടിപ്പ് എൻ്റെ ചെവിയിൽ കേൾക്കും വണ്ണം ഉയർന്നു വന്നു. വല്ലാത്തൊരു വെപ്രാളം, പരവേശം. മാറി വരുന്ന ആ മുഖഭാവങ്ങളിലേക്ക് നോട്ടം ഉറപ്പിച്ച് കിടന്നു ഞാൻ. 1-2 വട്ടം ഹരിയേട്ടൻ്റെ നോട്ടം എന്നെ തേടി വന്നപ്പോൾ കണ്ണുകൾ മുറുക്കെ അടച്ചു കിടന്നു. നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകുന്നു തോന്നുന്നുണ്ട്. എപ്പോഴും ലൈറ്റ് ഓഫ് ആകുന്നതും എൻ്റെ അടുത്തേക്ക് ആൾ കിടക്കുന്നതും അറിഞ്ഞു. എൻ്റെ തലയിണ അപ്പോഴേക്കും കണ്ണീരിൽ കുതിർന്നിരുന്നു. ദേവു, പതിയെ വിളിച്ചതേയുള്ളൂ. പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ഞാൻ. അപ്പോഴേക്കും കയ്യിൽ പിടിച്ചു വലിച്ചെന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് മുറുകെ പുണർന്നു കഴിഞ്ഞിരുന്നു ഹരിയേട്ടൻ. എത്ര നേരം അങ്ങനെ കിടന്ന് കരഞ്ഞുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആളൊന്നും മിണ്ടാതെ മുടിയിൽ പതിയെ തഴുകി കിടക്കുന്നതേയുള്ളൂ. കരച്ചിലിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ എന്നെ അടർത്തി മാറ്റി കണ്ണീരൊക്കെ തുടച്ചു തന്നു. എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതായിരുന്നു ആദ്യം ചോദ്യം. നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ അടുത്ത് സങ്കടം പറയുമ്പോൾ അത് അധികരിക്കുകയുള്ളൂ എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അടർന്നു മാറാൻ തോന്നിയിരുന്നില്ല എനിക്ക്. പക്ഷേ ഈ ചോദ്യം അതെന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നോട് ദേഷ്യപ്പെടുമോ? ഞാൻ എന്നെ വിശ്വസിച്ചില്ലല്ലോ. വിശ്വസിപ്പിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. അതാ സോറി. ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും വാദിക്കുന്ന ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടാണത് പറഞ്ഞത്. അതുകൊണ്ടാവണം എൻ്റെ ശബ്ദം ഇടറിയത്, സ്വരത്തിൽ കുറ്റബോധത്തിൻ്റെ ലാഞ്ചന കലർന്നത്. ഇഷ്ടമില്ലാത്തവരെക്കുറിച്ച് എന്ത് വിളിച്ചു പറയുന്നൊരു വൃത്തികെട്ട സ്വഭാവം അമ്മയ്ക്കുണ്ടെന്നറിയാം. പക്ഷെ തന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയില്ലടോ. ആ ചുണ്ടുകൾ എൻ്റെ നെറ്റിയിൽ അമർന്നു, ക്ഷമ പറയും പോലെ. എന്നെ പറഞ്ഞതിനേക്കാൾ എനിക്ക് വിഷമം എൻ്റെ അമ്മയെ പറഞ്ഞതിലാ ഹരിയേട്ടാ. പാവാൻ്റെ അമ്മ. ആരെന്തു പറഞ്ഞാലും സ്നേഹിക്കാനേ അറിയൂ. ആ അമ്മയാ. പിന്നെ എന്തു പറഞ്ഞാലും എന്നോട് ദേഷ്യം കാണിക്കാറുണ്ടെങ്കിലും അതെൻ്റെ അച്ഛനല്ലേ. അങ്ങനെയല്ലാന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ സഹിക്കാൻ പറ്റണില്ല എനിക്ക്. പോട്ടെ ദേവു, നിൻ്റെ അമ്മയെ നിനക്കറിയാലോ. പിന്നെ മറ്റുള്ളവർ എന്തു പറഞ്ഞാൽ എന്താണ്? എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി ഇതുപോലെയൊക്കെ അമ്മ ഹരിയേട്ടന് പോലും പറഞ്ഞാലോ എന്ന്, ഹരിയേട്ടൻ അതൊക്കെ വിശ്വസിച്ചാലോ എന്ന്, എന്നോട് ദേഷ്യം തോന്നിയാലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പോട്ടെ, സാരമില്ല. ഹരിയേട്ടൻ്റെ ഇടത് കൈ ഇപ്പോഴും എൻ്റെ മുടിയിൽ തഴുകുന്നുണ്ട്. ഞാൻ ആ നെഞ്ചിലാണ് കവിള് ചേർത്ത് കിടക്കുന്നത്. ഷർട്ടൊക്കെ എൻ്റെ കണ്ണുനീരിൽ കുതിർന്നിട്ടുണ്ട്. എന്നോട് എന്താ ഹരിയേട്ട അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത്? എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടാണോ? എൻ്റെ അച്ഛന് പണം ഇല്ലാഞ്ഞിട്ടാണോ? ഇതൊക്കെ ആദ്യം അറിയായിരുന്നില്ലേ? പിന്നെ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത്? ബ്രോക്കറിനോട് അന്നേ വേണ്ടെന്ന് പറയായിരുന്നില്ലേ? ആദ്യമായിട്ട് എന്നെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ മുതൽ മനസ്സിനെ നീറ്റുന്ന ചോദ്യമാണിത്. എനിക്കും ഇഷ്ടമുണ്ടായിരുന്നല്ലോ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയും? അത് പറയുമ്പോൾ എന്നെ പൊതിഞ്ഞിരുന്ന കൈയുടെ മുറുക്കം ഒന്ന് കൂടുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ മതിയെന്ന് ഞാനാ പറഞ്ഞത്.
ഞാൻ അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. പെണ്ണ് കാണാൻ വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എങ്ങനെ? കണ്ണുനീര് നിറഞ്ഞിട്ട് ആ മുഖം കാണാനൊക്കാഞ്ഞിട്ട് കണ്ണൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വീണ്ടും ആ മുഖത്തേക്ക് നോക്കി. ഇടയ്ക്ക് വ്യാഴാഴ്ച നീ ഹനുമാൻ കോവിലിൽ വരാറുണ്ടായിരുന്നില്ലേ? അവിടെ വെച്ച് 3-4 വട്ടം കണ്ടിട്ടുണ്ട്. അമ്മയും മാമയും കൂടി എല്ലാ വ്യാഴാഴ്ചയും ഹനുമാൻ കോവിലിൽ പോകാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞാനും മീനും കൂടെ പോവും. അവിടെ വെച്ച് ഹരിയേട്ടൻ എന്നെ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ ആളിനെ. ഇടയ്ക്ക് രാജേഷിൻ്റെ കൂടെ പോകുമായിരുന്നതാ. ഈ സിനിമയിലും സീരിയലിലും ഒക്കെ പറയുന്ന പോലെ കണ്ട മാത്രയിൽ ഇതാണെൻ്റെ പെണ്ണെന്ന് ഉറപ്പിച്ച് പിന്നെ നിന്നെ മാത്രം സ്വപ്നം കണ്ട് നടന്നൊന്നുമല്ല കേട്ടോ. ചിലരെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നില്ലേ? ഈ കൊച്ചു കൊള്ളാമെന്ന് തോന്നില്ലേ? അങ്ങനെ എല്ലാവർക്കും തൻ്റെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാവില്ലേ? അങ്ങനെ എൻ്റെ സങ്കല്പവുമായിട്ട് തൻ്റെ അപ്പിയറൻസ് ഒത്തു വന്നതുകൊണ്ടാവും ഒന്ന് നോക്കി പിന്നെയും നോക്കാൻ തോന്നുന്ന ഒരു കൗതുകം മനസ്സിൽ തോന്നിയത്. ജോലി കിട്ടിയപ്പോൾ മുതൽ ഇവിടെ അമ്മ ആലോചനയുടെ ബഹളം തന്നെയായിരുന്നു. 2 ഇടത്ത് എന്നെ പെണ്ണ് കാണാനും കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ അതൊന്നും ശരിയായില്ല. ഒരു ദിവസം കോളേജിൽ നിന്ന് വന്നപ്പോൾ കുറേ ഫോട്ടോകളും ടേബിളിൽ നിരത്തിയിട്ട് അമ്മ എന്നെ നോക്കിയിരിപ്പായിരുന്നു. നിന്റെ ഫോട്ടോ അമ്മ മാറ്റി വെച്ചിരുന്നു. പക്ഷെ ഞാൻ ആദ്യം എടുത്ത് നോക്കിയത് അതാണ്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആളെ മനസ്സിലായി. ആ കുട്ടി കാണാൻ പോകാമെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായിരുന്നു. അതുവരെ എന്നെ നിർബന്ധിച്ചാണ് പെണ്ണ് കാണാനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അമ്മ അമ്പരപ്പെട്ടതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നോ? അല്ലായിരുന്നു എന്ന് തന്നെയാകും മറുപടിയെങ്കിലും വെറുതെ ചോദിച്ചു. എനിക്കിഷ്ടമായിരുന്നു. അതുപോലെ ഇപ്പോഴും ഇഷ്ടമാണ്. ഈ ഇഷ്ടം ഇനി ഒരിക്കലും മാറുകയില്ല. ആരെന്ത് പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കണ്ട. എന്നെ ഓർത്താൽ മതി. എൻ്റെ കണ്ണൊക്കെ തുടച്ചു തന്നു. ഞാൻ മുഖത്ത് തന്നെ നോക്കി കിടപ്പായിരുന്നല്ലോ. ടേബിൾ ലാമ്പിൻ്റെ അരണ്ട വെളിച്ചത്തിലും ആ തിളങ്ങുന്ന കണ്ണുകൾ എനിക്ക് കാണാം. ഹരിയേട്ടനും കരയാണോ? ഇനി കരയണ്ട. ഇപ്പം സങ്കടമൊക്കെ കുറഞ്ഞില്ലേ? ഞാനതിന് മറുപടി പറഞ്ഞില്ല. അതെങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ. എന്നാ സങ്കടം മാറ്റി തരട്ടെ? എൻ്റെ മുഖം പിടിച്ചുയർത്തി കവിളിൽ ചുണ്ട് ചേർത്തുകൊണ്ടാണ് ചോദ്യം. എന്നെ ഒന്നും കൂടി മുറുക്കെ പിടിച്ച് ചേർത്ത് കിടത്തിയപ്പോൾ ദേഹം ഒന്ന് വിറച്ചു. പേടിയാ? വളരെ പതിഞ്ഞൊരു ചോദ്യം. ഇല്ലെന്ന് മൂളി. പേടി തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യമൊക്കെ. പിന്നെ പിന്നെ ഹരിയേട്ടനോടുള്ള പേടിയൊക്കെ മാറിയല്ലോ. അല്ലെങ്കിലും പ്രണയം ജനിക്കുന്നിടത്ത് പേടി മരിക്കുമല്ലോ. പിന്നീട് എപ്പോഴൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്, ഹരിയേട്ടൻ എന്താ എന്നെ മറ്റൊരു രീതിയിൽ സ്നേഹിക്കാത്തതെന്ന്. അമ്മ പറഞ്ഞതുപോലെ എന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടാണോ എന്ന്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു എന്നെ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആക്കാനായി കാത്തിരുന്നതാവണം. ആ ചുണ്ടുകൾ എൻ്റെ മുഖമാകെ പടർന്ന കണ്ണുനീര് മുഴുവനായും തുടച്ചു മാറ്റി. ഒടുവിൽ എൻ്റെ ചുണ്ടുകളിൽ വിശ്രമിക്കുമ്പോഴും എൻ്റെ ശരീരം ഒരു തൂവൽ പോലെ ഭാരമില്ലാതെ മാറിയിരുന്നു. ഉള്ളിൽ മൂടൽമഞ്ഞ് പോലെ കനത്തു നിന്ന നൊമ്പരമൊക്കെ ഉരുക്കിയില്ലാതായിരുന്നു. ഇനി ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ ദേവൂസേ. നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ എന്തിനാ അതിന് ചെവി കൊടുത്ത് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? ഉള്ള മനസ്സമാധാനം കൂടി കളയുന്നത്. വിയർത്ത് കുളിച്ചിട്ടുണ്ടെങ്കിലും കഴുത്തപ്പം പുതപ്പം മുടി ആ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന നേരം എൻ്റെ മുടിയിൽ പതിയെ ചുണ്ട് ചേർത്തിട്ടാണ് പറയുന്നത്. അതെന്നെ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ എൻ്റെ വായ പൊത്തി. വിശ്വസിക്കാഞ്ഞിട്ടാണെന്നല്ലേ? ഇനി അത് പറയണ്ട. ഇപ്പം ഞാൻ വിശ്വസിച്ചില്ലേ? ഇനി അങ്ങനെ ചെയ്യണ്ട. ഞാനും വെറുതെ മൂളി. ദേവു എന്തു പറഞ്ഞാലും അവരെൻ്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഇന്ന് ഈ നിലയിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർ മാത്രമാണ്. അവരെ എനിക്ക് ഉപേക്ഷിച്ച് കളയാനൊന്നും പറ്റില്ലല്ലോ. നീയും അമ്മയും എനിക്ക് ഒരുപോലെ തന്നല്ലേ. നിങ്ങൾ തമ്മിൽ വെറുപ്പ് കാണിക്കുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും ദേവു? ഇന്ന് കേട്ടതൊക്കെ മനസ്സിൽ വെച്ച് അമ്മയോട് മിണ്ടാതിരിക്കല്ല. അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ലെന്നും എനിക്കറിയാം. എന്നാൽ അതൊന്നും പുറമേ കാണിക്കരുത്. എനിക്ക് വേണ്ടി. ഞാൻ വെറുതെ മൂളിക്കൊടുത്തു. ഞാൻ കോളേജിൽ നിന്ന് ആകെ ടയേർഡായിട്ട് വരുമ്പോൾ നിൻ്റെ വീർത്ത മുഖം കണ്ട അതെന്നെ എത്രമാത്രം വിഷമിപ്പിക്കുമെന്ന് അറിയോ നിനക്ക്? അമ്മയുടെ മുഖം ഇടയ്ക്കൊക്കെ അങ്ങനെ വീർത്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കത് അത്ര പ്രശ്നമായിട്ട് തോന്നാറില്ല. അവിടെ പിന്നെ മുഖം വീർപ്പിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടെന്നറിയാം. പക്ഷെ നിൻ്റെ അങ്ങനെയല്ല. ഇന്ന് നിൻ്റെ മുഖം കണ്ടപ്പോൾ അതിൻ്റെ കാരണം അറിയും വരെ ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയോ നിനക്ക്? സത്യം? ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് കുസൃതിയോടെയാണ് മറുചോദ്യം ചോദിച്ചത്. അല്ല കള്ളം. പിണക്കത്തോടെ മുഖം വെട്ടിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അസിസ്റ്റൻറ്റ് പ്രൊഫസറാണത്രേ. എന്നിട്ടിപ്പോൾ കൊച്ചു പിള്ളേരെ പോലെ പിണങ്ങുന്നത് നോക്ക്. തല ഉയർത്തി താടിത്തുമ്പിൽ ഒരു ഉമ്മ കൊടുത്തു. അത്ര പെട്ടെന്നൊന്നും മറക്കാനൊന്നും പറ്റില്ല എനിക്ക്. എൻ്റെ അമ്മയെ പറഞ്ഞത്. എന്നാലും ഞാൻ വിരോധമൊന്നും കാണിക്കാതിരിക്കാം. മിണ്ടുകയും ചെയ്യാം. ഇനി റെക്കോർഡ് ചെയ്യുകയും വേണ്ട. എൻ്റെ കണ്ണിലേക്ക് നോട്ടം മാറ്റിയിട്ടുണ്ട്. ചിരിയോടെ തലയാട്ടി. എന്നാൽ ഉറങ്ങിയാലോ? ഒരുപാട് നേരമായി.
മൂളിക്കൊണ്ട് ചാഞ്ഞു കിടന്നു. ആ നെഞ്ചിൽ ചെവി ചേർത്ത് വെച്ച് ഹൃദയമിടിപ്പിൻ്റെ താരാട്ടിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഒന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ആരെന്തോ പറയട്ടെ, എനിക്കിനി ഒന്നുമില്ല. ഈ ഒരാളുണ്ടല്ലോ, എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി, അതുമാത്രം മതി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടി കാണിക്കരുതേ. അതേപോലെ ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. ഇന്ന് വലിയ പാർട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ.